രണ്ട് തരം എക്കോ പ്രിൻറ്റിങ് രീതികളാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. ഇപ്പോൾ ഈ ടീഷർട്ട് ഒരു കോട്ടൻ്റെ ടീഷർട്ട്, ഇതിന് വേറെ ഡിസൈൻ ഒന്നുമില്ല. അപ്പോൾ ഇത് കാണാൻ ഒരു ഭംഗിയില്ല, വെറുതെ ഒരു പ്ലെയിൻ ആയിട്ടുള്ളതുകൊണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടെ ഒരു ഡിസൈൻ കൊടുക്കാമെന്ന്. അപ്പോൾ ആദ്യത്തെ ടൈപ്പിലുള്ള എക്കോ പ്രിൻറ്റിങ് ആണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അത് ഇങ്ങനത്തെ കോട്ടൺ അതേപോലെ ലിനൻ മെറ്റീരിയലിനൊക്കെയാണ് അങ്ങനത്തെ പ്രിൻറ്റിങ് നല്ലതായിട്ടുള്ളത്. അതിന് നമ്മൾ ഹാമറിങ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ ഇതാദ്യം ഈ ടീഷർട്ട് നന്നായിട്ടൊന്ന് ചുളിവൊന്നുമില്ലാതെ നിവർത്തി ഒന്ന് അത് റെഡിയാക്കി ഒന്ന് ഇട്ടു. അതിനുശേഷം ഞാൻ ഒരു ഡിസൈൻ ഇതിൻ്റെ മുകളിൽ വരയ്ക്കാൻ പോവാം. ഡിസൈൻ വരയ്ക്കണം നിർബന്ധമൊന്നുമില്ല, പക്ഷേ എനിക്കൊരു ഷേപ്പ് വേണ്ടതുകൊണ്ട് ഞാനൊരു ലവിൻ്റെ ഡിസൈൻ ഇതിൻ്റെ മുകളിൽ വരയ്ക്കാൻ പോവാം. എന്നിട്ട് അതിൻ്റെ അകത്താണ് ഞാൻ പ്രിൻറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ചെസ്റ്റിൻ്റെ ഭാഗത്തായിട്ടൊരു ലവ് ഡിസൈൻ ഞാൻ പെൻസിൽ കൊണ്ട് വരയ്ക്കാൻ പോവാണ്. എനിക്ക് 2-3 മക്കളുണ്ട്. അതുകൊണ്ട് ഞാൻ പെൻസിലോ പേനയോ കളറിൻ്റെ സാധനങ്ങൾ എന്ത് സാധനങ്ങൾ വാങ്ങിച്ചു വെച്ചാലും അതെൻ്റെ മുറിയിൽ എവിടെ ഒളിപ്പിച്ച് വെച്ചാലും അത് അവർ എടുത്തുകൊണ്ട് പോയി പിന്നെ കാണത്തില്ല. അങ്ങനെ അവസാനം എനിക്കിപ്പോൾ ഈ ഒരു പെൻസിൽ മാത്രമേ ആശ്രയമായിട്ടുള്ളൂ. ഇത് കുഞ്ഞൻ്റെ പെൻസിലാണ്, പക്ഷേ ഇതിൻ്റെ പോയിൻ്റ് ഒന്നും കൊള്ളത്തില്ല. നല്ലൊരു പാക്കറ്റ് പെൻസിൽ ഇനി വാങ്ങണം. അപ്പോൾ തൽക്കാലം ഇതുകൊണ്ട് ഞാൻ വരയ്ക്കുകയാണ്. ഞാനൊരു ലവ് ആണ് വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു ലവ് ഞാനിങ്ങനെ വരയ്ക്കുകയാണ്. ഇപ്പോൾ ഞാനൊരു ചെറിയ ലവിൻ്റെ ഷേപ്പ് നിങ്ങൾക്ക് കാണാമോയെന്നറിയില്ല. ഞാനൊരു ചെറിയ ലവിൻ്റെ ഷേപ്പ് ഈ ചെസ്റ്റിൽ വരച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിലാണ് ഞാൻ പ്രിൻറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് ഫ്ലവേഴ്സ് എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ള ഫ്ലവേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ മാങ്ങാനാറി എന്ന് പറയുന്ന ഈ ചെടിയാണ്. അതുപോലെ നമ്മുടെ കാക്കപ്പൂ എന്ന് പറയുന്ന ടൊറീനിയ. ഓക്കെ, ഇത് രണ്ടെണ്ണമാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇത് രണ്ടും നല്ല കോമ്പിനേഷൻ കളേഴ്സ് ആയിരിക്കും. അപ്പോൾ നമുക്കൊന്ന് ചെയ്ത് നോക്കാം എങ്ങനെ റിസൾട്ട് വരും എന്നുള്ളത്. അപ്പോൾ ആദ്യം ഞാൻ ഓരോരോ പൂക്കളും ഇങ്ങനെ എടുത്തിട്ട് ഇവിടെ ഇങ്ങനെ അതിൻ്റെ ആ ലവിനുള്ളിൽ വെക്കുകയാണ്. ചെസ്റ്റിൻ്റെ ഭാഗത്ത് അങ്ങനെ സ്പ്രെഡ് ചെയ്ത് വെക്കുകയാണ് പലയിടത്തായിട്ട്. അതിനൊരു യൂണിഫോമിറ്റിയും ഒരു ഓർഡറൊന്നും വേണ്ട, ഡിസോർഡർ വെക്കുന്നതാണ് നല്ലത്. കാരണം അപ്പോഴാണ് അതിനൊരു ഭംഗി വരുന്നത് ചെയ്ത് കഴിയുമ്പോൾ. യെല്ലോ വേണമെങ്കിൽ വെക്കാം, യെല്ലോയുടെ ഫ്ലവേഴ്സും ഉണ്ട്. വേണമെങ്കിൽ ഒരു 2 എണ്ണം നമുക്ക് വെക്കാം. ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ഈ പർപ്പിൾ വെച്ച് കൊടുക്കാം. നല്ല ഭംഗിയല്ലേ ഈ പർപ്പിൾ ഫ്ലവർ കാണാൻ. ഇപ്പം അതിങ്ങനെ വെച്ച് കൊടുക്കാം. അത് നേരെ ഇരിക്കുന്നില്ല. അപ്പോൾ നമുക്ക് ചുമ്മാ അതിങ്ങനെ ചെറിയൊരു ചരിച്ചൊക്കെ ഇങ്ങനെ വെച്ച് കൊടുക്കാം. മിക്സ് ചെയ്ത് വരണമല്ലോ കളറ് എല്ലാം. ചില കളേഴ്സ് കൂടുതലായാൽ അതിൻ്റെ ഭംഗി പോകും. അപ്പോൾ അതുകൊണ്ട് എല്ലാം മിക്സ് ചെയ്ത് വരത്തക്ക രീതിയിൽ നമ്മളതിനെ അറേഞ്ച് ചെയ്ത് ഈ പൂവിനെ ഇങ്ങനെ തിരിച്ച് വെക്കാം. ഒന്ന് അങ്ങോട്ടും ഒന്ന് ഇങ്ങോട്ടും ഇരിക്കട്ടെ. അപ്പോഴാണ് അതിൻ്റെ പിന്നെ നാച്ചുറലായിട്ട് എന്തെങ്കിലും ഡാമേജ് ഒക്കെ ഈ ഫ്ലവേഴ്സിനൊക്കെ ഉണ്ടെങ്കിൽ അതങ്ങനെ തന്നെ വെക്കുന്നത് നല്ലതായിരിക്കും. കാരണം ആ പ്രിൻ്റ് വരുമ്പോൾ ആ ഒരു ഒറിജിനാലിറ്റി നമുക്ക് കിട്ടും. ലീഫൊക്കെ ആണെങ്കിൽ നമ്മൾ വെക്കുകയാണെങ്കിൽ ആ ഡാമേജ്ഡ് ലീഫൊക്കെ വെച്ചാൽ നല്ല ഭംഗിയായിരിക്കും, പുഴു കടിച്ച ലീഫൊക്കെ. പെർഫെക്ഷൻ എന്ന് പറയുന്ന മനുഷ്യൻ്റെ ഒരു ക്വാളിറ്റി ആണല്ലോ. പക്ഷേ പെർഫെക്ഷൻ നേച്ചർ അപ്പോൾ എപ്പോഴും അങ്ങ് പെർഫെക്ഷനിലേക്കല്ല പോകുന്നത്. ഇംപെർഫെക്ഷൻസും അവിടെ ഉണ്ട്. ആ ഇംപെർഫെക്ഷൻസ് പക്ഷേ നല്ല ഭംഗിയാണ്. നേച്ചറിൻ്റെ പെർഫെക്ഷൻ ആയാലും ഇംപെർഫെക്ഷൻ ആയാലും ഭംഗിയല്ലേ. അപ്പം നേച്ചറിന് ഈ കാര്യങ്ങളൊക്കെ നന്നായിട്ട് അറിയാം. അപ്പം അതുകൊണ്ട് നമ്മൾ പെർഫെക്ഷനൊന്നും നോക്കണ്ട. നമുക്ക് ആ ഏകദേശം ഒരു ലവ് ഷേപ്പ് കിട്ടുമോ എന്ന് മാത്രം നമ്മൾ നോക്കിയാൽ മതി. ഇങ്ങനെ വെച്ചു. ഇവിടെ വേണമെങ്കിൽ വെക്കാം, ഗ്യാപ്പുണ്ട്. എൻ്റെ ലവ് ഒന്ന് ചരിഞ്ഞു പോയോ എന്നൊരു ചെറിയ സംശയം. ഇവിടെ വേണമെങ്കിൽ ഇവിടെ വെക്കാം, ഒക്കെ ഗ്യാപ്പുണ്ട്. ആ സ്ഥലങ്ങളിലൊക്കെ വെച്ച് കൊടുക്കാം. ഇതുണ്ട്. പിന്നെ കുറച്ചും കൂടി നീക്കിയിട്ട് ഇവിടെ വെച്ച് കൊടുക്കാം. ഇതും ഇത്തിരി ഇങ്ങോട്ട് നീക്കിയിട്ട് ഈ ഫ്ലവറിനെ ഇവിടെ വെച്ച് കൊടുക്കാം. അപ്പോൾ നോക്കിയാൽ ഏകദേശം ഒരു ലവ് ഷേപ്പ് ആയില്ലേ നമ്മുടെ ഡിസൈൻ അല്ലേ. ഇവിടെ ഒരു ചെറിയ വളവുണ്ട്, അതിനെ നമുക്ക് ഇച്ചിരി ഇങ്ങോട്ട് വെച്ച് കൊടുത്തിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പം ഏകദേശം ഒരു ലവ് ആയല്ലോ. ഇനി നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് ഇതുപോലെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഷീറ്റ് വേണം. അപ്പോൾ ഞാനൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ് ഇങ്ങനെ എടുത്തിട്ടുണ്ട്. അതിൻ്റെ പുറത്തോട്ട് ഇങ്ങനെ വെക്കുക, നന്നായിട്ട് അമർത്തി വെക്കുക. അമർത്തി വെച്ചതിന് ശേഷം നമുക്ക് അടുത്ത് വേണ്ട സാധനമാണ് ഈ ഹാമർ എന്ന് പറയുന്നത്. വുഡൻ ഹാമറാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ എനിക്ക് വുഡൻ ഹാമർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇരുമ്പിൻ്റെ ഒരു ഹാമർ എടുത്തിരിക്കുക. ചെറുതായിട്ട് എനിക്ക് ടച്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ. വുഡൻ ഹാമറാണെങ്കിൽ നമുക്ക് നന്നായിട്ട് ഹാർഡായിട്ട് അടിക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം.
നീങ്ങാൻ പാടില്ല. നീങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ഡിസൈന് പോകും. ഇതാണ് ഹാമറിങ് എക്കോ പ്രിൻറ്റിംഗ് എന്ന് പറയുന്നത്. ഇതിന് നമ്മൾ നന്നായിട്ട് ഉണങ്ങിക്കഴിഞ്ഞിട്ട് വാഷ് ചെയ്യും. ഞാനിപ്പോൾ ഇതിൻ്റെ സൈഡിൽ കുറച്ച് കളറിംഗ് ഒക്കെ ചെയ്ത് ലവ് കറക്റ്റ് ആക്കിയതിന് ശേഷം നന്നായിട്ട് നമ്മൾ ജെൻറ്റിലായിട്ടൊന്ന് വാഷ് ചെയ്താൽ മതി. വാഷ് ചെയ്തിട്ട് ഒന്നുകൂടെ വെയിലത്തിട്ട് ഉണക്കി കഴിഞ്ഞാൽ നമുക്കിത് സൂപ്പറായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഞാനിതിട്ടിട്ടുള്ള ഫോട്ടോയാണ് ഞാൻ തമ്പനയിലായിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളും ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാനിത് ടാപ്പ് വാട്ടറിൽ നന്നായിട്ടൊന്ന് മുക്കി കഴുകിയെടുക്കുക. കളറൊന്നും പോകത്തില്ല. കുറച്ച് കളർ പോകും, ബാക്കി കൂടെ ഇരിക്കും. ഈ തുണിയിലാണ് നമ്മൾ എക്കോ പ്രിൻറ്റിങ് ചെയ്യാൻ പോകുന്നത്. ഒരു ചെറിയ പീസ് തുണിയായത്. ഇത് കോട്ടൻ്റെ ക്ലോത്താണ്. നമുക്കിതൊന്ന് വാഷ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ വിനാഗിരിയാണ് ഉപയോഗിക്കാൻ പോകുന്നത്. ഒരു അര ഗ്ലാസ് വിനാഗിരി, ബാക്കി 3 ഗ്ലാസ് വെള്ളവുമാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. അപ്പം വിനാഗിരി കുറച്ച് ഞാൻ ഇതിനകത്തോട്ട് ഒഴിച്ചു. ഒരു 3 ഗ്ലാസ് വെള്ളം, ഒരു ഏകദേശം ഒരു അളവ് വെച്ചിട്ടാണ് ഞാൻ എടുക്കുന്നത്. നമുക്കൊരു മെഷർമെൻ്റ് ഉണ്ടല്ലോ കണ്ണിൻ്റെ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു. ഇനി നമ്മൾ ആ കഴുകി വെച്ച തുണി ഇതിനകത്തോട്ട് സോക്ക് ചെയ്തൊരു 2 മണിക്കൂർ വെക്കുകയാണ്. അതിലേക്ക് ഞാൻ ഈ തുണി ഇടുകയാണ്. അപ്പോഴത്തേക്ക് നമുക്ക് പോയി ചെടിയൊക്കെ പറിച്ചിട്ട് വരാം. ഏത് ചെടിയാണ് ഇതിന് ഡിസൈൻ കൊടുക്കേണ്ടതെന്നുള്ള നല്ല ചെടിയൊക്കെ പറിച്ചിട്ട് വരാം. ഞാനൊരു ചെടി കണ്ടുവച്ചിട്ടുണ്ട്, അതാണ് ഞാൻ ഇതിന് ഡിസൈൻ കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ആ 2 മണിക്കൂർ കൊണ്ട് ഇത് ഇവിടെ നന്നായിട്ട് സോക്ക് ചെയ്തിട്ട് അതിനകത്ത് ഈ ആസിഡൊക്കെ നന്നായിട്ട് പിടിക്കട്ടെ. അപ്പോൾ നമുക്ക് പോയിട്ട് വരാം. അപ്പോൾ നമ്മൾ ആ വാഷ് ചെയ്ത് ചെറുതായിട്ടൊന്ന് ഉണക്കിയെടുത്ത തുണിയാണ്. ഇത്രയും നീളമുണ്ട് അതിന്. അപ്പോൾ ഞാനിതിനെ 2ആയിട്ടിങ്ങനെ മടക്കുക. വീണ്ടും നൂർത്തിട്ട് നമ്മൾ ഇവിടെയാണ് നമ്മുടെ പ്ലാന്റ്സ് വെക്കുന്നത്. അപ്പം നമ്മൾ എടുത്തേക്കുന്നത് ടീക്ക് ലീഫാണ്, തേക്കിൻ്റെ ഇലയാണ്. തേക്കിൻ്റെ ഇലയ്ക്ക് നല്ല അതിൻ്റെ വെയിൻസൊക്കെ നല്ല ഭംഗിയാണ് കാണാൻ. അപ്പോൾ ഈ പ്രിൻ്റ് നമുക്ക് കിട്ടിയാൽ നല്ലതാണ്. കൂടാതെ ഇതിനൊരു ബ്രൗൺ ഷെയ്ഡുണ്ട്. ഇത് യങ് ലീഫ് ആയതുകൊണ്ട് അതുകൊണ്ട് ഞാനിതെടുത്ത്, എനിക്കിത് ഫേവറേറ്റ് ലീഫാണ്. അപ്പോൾ ഞാൻ ഇത് കമഴ്ത്തിയാണ് വെക്കണ്ടേ, മലർത്തിയും വെക്കാം നമുക്ക്. അപ്പോൾ 2 ഡിസൈൻ കിട്ടും. മലർത്തി വെക്കുമ്പോൾ നമുക്കൊരു ലൈറ്റ് ഷെയ്ഡായിരിക്കും കിട്ടുന്നത്. കമഴ്ത്തി വെക്കുമ്പോൾ ഡാർക്ക് ഷെയ്ഡ് കിട്ടും. നമുക്ക് എന്തായാലും നോക്കാം, പരീക്ഷിച്ച് നോക്കാം. ഇതിനെ നമ്മൾ വീണ്ടും ഇങ്ങനെ ഫോൾഡ് ചെയ്യുക. ഫോൾഡ് ചെയ്തതിന് ശേഷം ഇപ്പോൾ ഞാൻ ഇതിനൊരു പ്ലാസ്റ്റിക് ഷീറ്റിൻ്റെ പുറത്താണ് വെച്ചേക്കുന്നത്. പ്ലാസ്റ്റിക് ഷീറ്റ് നമുക്ക് വേണം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഇവിടെ ഒരു പൈപ്പ് വെച്ചിട്ട് ചുരുട്ടി എടുക്കാം. അതാകുമ്പോൾ കുറച്ചുകൂടെ ഈസി ആയിട്ട് നമുക്ക് ചുരുട്ടിയെടുക്കാം. ഇപ്പം എൻ്റെ കയ്യിൽ പൈപ്പൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനിത് ഇങ്ങനെ മടക്കി എടുക്കാം. ചുരുട്ടി നന്നായിട്ട് ടൈറ്റായിട്ട് ഫോൾഡ് ചെയ്യണം. തേക്കിൻ്റെ ഇലയാണ്ട് കട്ടിയുണ്ട്. ഇത് കഴിഞ്ഞിട്ട് നമുക്കിതിനെ റാപ്പ് ചെയ്തെടുക്കാം. അപ്പം ഇതിന് കെട്ടി തുടങ്ങാൻ നമുക്ക്. ഇന്തോനേഷ്യയിലാണ് ഏറ്റവും കൂടുതൽ ഈ എക്കോ പ്രിൻറ്റിങ് ചെയ്യുന്നത് കണ്ടിട്ടുള്ളത്. അവിടെ ഇതൊരു വലിയ ബിസിനസ് പോലെ തന്നെ, ഈ കുടിൽ വ്യവസായം പോലെ ആളുകളിങ്ങനെ വീടുകളിൽ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് ഇന്തോനേഷ്യയിൽ. അപ്പോൾ നമ്മൾ തുണിയെ ഈ പരുവത്തിലാക്കി. ഇനി ബാക്കി പരിപാടി നമുക്ക് ചെയ്യാം.
അപ്പോൾ അതിനെ അവിടെ പ്ലേസ് ചെയ്തു. ഇനി നമുക്ക് അടച്ചു വെച്ചിട്ട് ഒരു 2 മണിക്കൂർ ഇതിനെ പുഴുങ്ങിയെടുക്കാം. എന്താ പിന്നെ നാണമായ നാൺ വന്നു, കുഞ്ഞിന് നാൺ വന്നു, പനി പിടിച്ച് ആസടിഞ്ഞിരിക്കുക. പിന്നെ തൊട്ട് വയ്ക്കേ, അതേ തൊട്ട് വയ്ക്കേ. ചൂടുണ്ടോ? ചൂടുണ്ടോ? വാഷ് ചെയ്തതിന് ശേഷം ആ പ്രിൻറ്റിൻ്റെ വെയിൻസൊക്കെ ഞാൻ അക്രിലിക് കളർ വെച്ചിട്ട് ട്രേസ് ചെയ്തെടുത്തു. അങ്ങനെ ഞാൻ എൻ്റെ സ്വന്തം എക്കോ പ്രിൻറ്റഡ് ഷർട്ട് ഇട്ടിട്ട് ഒരു യാത്ര പോകാൻ പോവാം. എല്ലാവരുടെയും അഭിപ്രായം എന്താണെന്ന് നോക്കാം നമുക്ക്. അപ്പം ഇതാണ് ഷർട്ട്.